നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഈ എക്സാമിന് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. പാനി എന്നുള്ള കവിതയാണ്. ഇത് എഴുതിയിട്ടുള്ളത് ത്രിലോക് സിംഗ് ടക്കുരേല എന്നുള്ള എഴുത്തുകാരനാണ്. അപ്പൊ പാനി എന്ന് പറഞ്ഞാൽ വെള്ളം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഈ കവിതയിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഓരോ വാക്കുകളും വെച്ച് അതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. അപ്പം ആദ്യം തന്നെ കവിതയിലെ ഓരോ വരിയും എങ്ങനെയാണ് അക്ഷരം തെറ്റാതെ വായിക്കുക എന്നുള്ളത് പഠിക്കാം. അപ്പം ഞാൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ കൂടെ വായിക്കുക. അപ്പോൾ ഓരോ ശബ്ദങ്ങളും എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ വായിക്കുകയാണ്. പാനി സേ ഹർ ബൂന്ത് ബനി ഹെ, പാനി കാ ഹി സാഗർ, നബ് മേ ബാദൽ ദോഡ് ലഗാത്തെ, ഭർ പാനി കി ഗാഗർ. പാനി സേ ഹർ ബൂന്ത് ബനി ഹെ എന്ന് പറഞ്ഞാൽ പാനി എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. ഹർ ബൂന്ത് ബനി ഹെ എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടാണ് ഓരോ തുള്ളിയും ഉണ്ടായത്. പാനി കാഹി സാഗർ, പാനി കാഹി സാഗർ എന്ന് പറഞ്ഞാൽ സമുദ്രം എങ്ങനെയാണ് ഉണ്ടാവുന്നത്, കടൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? വെള്ളം കൊണ്ടാണ്. അപ്പൊ വെള്ളം കൊണ്ടാണ് കടലുണ്ടായത്, നിർമ്മിക്കപ്പെട്ടത് എന്നാണ് ആ വരിയുടെ അർത്ഥം. പിന്നെ മൂന്നാമത്തെ വരി വായിച്ചു നോക്കാം. നബ് മേ ബാദൽ ദോഡ് ലഗാത്തെ. നബ് എന്ന് പറഞ്ഞാൽ ആകാശമാണ്. ഹിന്ദിയിൽ ആകാശത്തിന്, നബിന് ആകാശ് എന്നും ആസുമാൻ എന്നും പറയും. അപ്പം അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘമാണ്. അപ്പം നബ് മേ ബാദൽ ദോഡ് ലഗാത്തെ എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ മേഘങ്ങൾ ഓടിക്കളിക്കുക, അതായത് ആകാശത്തിലെ മേഘങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങി. ഭർ പാനി കി ഗാഗർ, പാനി എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. ഗാഗർ എന്ന് പറഞ്ഞാൽ കുടം, അതായത് കുടം നിറയെ വെള്ളവുമായി എന്താണ് ആകാശത്തിലെ മേഘങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങി, അല്ലെങ്കിൽ എന്താണ് അത് ഓടിക്കളിക്കാൻ തുടങ്ങി എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. പാനി സേ ഹി ബഹത്തെ ഝർനെ, നദിയാം നാലെ ബഹത്തെ, ताल तलैया झील सरोवर, पानी से भर रहते. पानी से ही बहते झरने, नदियां नाले बहते. അതായത് ഝർന എന്ന് പറഞ്ഞാൽ അരുവിയാണ്, നദിയാം എന്ന് പറഞ്ഞാൽ നദികളും, നാലേ ബഹത്തെ എന്ന് പറഞ്ഞാൽ തോടുകളും ഒഴുകും. അതായത് വെള്ളം കൊണ്ടാണ് അരുവികളും നദികളും തോടുകളും ഒഴുകുന്നത് എന്നാണ് അവിടെ പറയുന്നത്. താൽ തലയ്യ ജീൽ സരോവർ, പാനി സേ ഭർ രഹത്തെ. താൽ തലയ്യ എന്ന് പറഞ്ഞാൽ കുളങ്ങൾ, അതായത് തടാകവും കുളവും. ജീൽ സരോവർ എന്ന് പറഞ്ഞാൽ തടാകം എന്നുള്ള മീനിങ് തന്നെയാണ്. പാനി സേ ഭർ രഹത്തെ, വെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു എന്നാണ്. അതായത് ഈ തടാകവും കുളവും അതേപോലെ തന്നെ എല്ലാം എന്താണ് വെള്ളം കൊണ്ടാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്ത വരി വായിച്ചു നോക്കാം. പാനി സേ ഹി ഫസലെ ഉഗ്തി, ഹർ വൻ ഉഭവൻ ഫൽത്താ, പാനി സേ ഹി ഇസ് വസുധാ പർ സബ്കാ ജീവൻ ചൽത്താ. ഫസലെ എന്ന് പറഞ്ഞാൽ വിളവാണ്. വൻ എന്ന് പറഞ്ഞാൽ കാട്, വനം എന്നുള്ള മീനിങ് ആണ്. ഉപവൻ എന്ന് പറഞ്ഞാൽ ബഗീച്ച, ഉദ്യാനം, പൂന്തോട്ടം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ പാനി സേഹി ഫസലി യുഗത്തി എന്ന് പറഞ്ഞാൽ വെള്ളമുള്ളത് കൊണ്ടാണ് വിളകൾ മുളയ്ക്കുന്നത്. ഹർ വൻ ഉപവൻ ഫൽത്ത, എല്ലാ വനങ്ങളും പൂന്തോട്ടങ്ങളും വ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ്? വെള്ളമുള്ളത് കൊണ്ടാണ്. പാനി സേഹി ഇസ് വസുധാ പർ സബ്കാ ജീവൻ ചൽത്ത. വസുധ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നുള്ള അർത്ഥമാണ്. അപ്പൊ വെള്ളമുള്ളത് കൊണ്ടാണ് ഈ ഭൂമിയിലെ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നാണ് ഈ വരികളിൽ പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത വരി വായിച്ചു നോക്കാം. ആവോ ബചത് കരേ പാനി കി, പാനി ഉത്തം ധൻ ഹൈ, പാനി സേ ഹി യഹ് ജഗ് സുന്ദർ, പാനി സേ ജീവൻ ഹൈ. ആവോ ബചത് കരേ പാനി കി എന്ന് പറഞ്ഞാൽ വരൂ വെള്ളത്തെ, ജലത്തെ സംരക്ഷിക്കാം. പാനി ഉത്തം ധൻ ഹെ, വെള്ളം ഉത്തമമായ ഒരു ധനമാണ്. പാനി സേ ഹി യഹ് ജഗ് സുന്ദർ, പാനി സേ ജീവൻ ഹെ,
പാനി സേ ഹി യഹ് ജഗ് സുന്ദർ എന്ന് പറഞ്ഞാല് ജഗ് എന്ന് പറഞ്ഞാല് ലോകാണ്. ഈ വെള്ളമുള്ളത് കൊണ്ടാണ് ഈ ലോകം സുന്ദരമാകുന്നത്. പാനി സേ ഹി ജീവൻ ഹേ എന്ന് പറഞ്ഞാല് വെള്ളമുള്ളത് കൊണ്ടാണ് ജീവിതമുള്ളത് എന്നതാണ് ഈ വരികളുടെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ഓരോ വാക്കുകളും നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. എക്സാമിന് കവിതയിൽ ഓരോ വരികളും തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് പല ക്വസ്റ്റ്യൻസും എക്സാമിന് ഉണ്ടാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.